ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കരിമീൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ ഈ കരിമീൻ ഉണ്ടല്ലോ, കുറച്ച് മുന്നേ നമ്മൾ വല വീശി പിടിച്ചിട്ടുള്ളതാണ്. കായലിൽ പോയിട്ട് അതിൻ്റെ അടിപൊളി വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. അത് മുകളിൽ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മളത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കയറി കാണുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മൾ ആദ്യം കരിമീൻ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. എനിക്ക് കത്രിക വെച്ചാണ് കേട്ടോ മീൻ വെട്ടാനായിട്ട് വശം. കത്തി കൊണ്ട് അത്ര വശമില്ല, അതുകൊണ്ടാണ് ഞാൻ കത്രികയ്ക്ക് ക്ലീൻ ചെയ്യുന്നത്. പച്ച മീനായതുകൊണ്ട് വെട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടും ഉണ്ട്. അപ്പോൾ നമുക്ക് മീൻ ക്ലീൻ ചെയ്തെടുക്കാം. അമ്മയൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയോ? കല്ലേ കൊണ്ടുപോയിട്ട് തേച്ച് ഉരച്ചൊക്കെ കഴുകിയൊക്കെ എടുക്കുന്ന കേട്ടോ. എനിക്ക് അങ്ങനെയൊന്നും എടുക്കാൻ അറിയത്തില്ല. അപ്പം ഞാൻ കത്രിക വെച്ച് ഇത് വെട്ടിയെടുത്തിട്ട് ഇതിൻ്റെ ചെതുമ്പൽ കത്തി കൊണ്ട് ചെത്തി കളയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്കങ്ങനെ മീൻ വെട്ടാനൊന്നും അത്ര വശമൊന്നുമില്ല. ഇത് വെട്ടി വരുമ്പോൾ എന്ത് പരുവാകുമെന്ന് എനിക്കറിയത്തില്ല. ഇനി നമുക്കിതിൻ്റെ ചെതുമ്പൽ ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കല്ലിൽ കൊണ്ടുപോയിട്ട് തേക്കാൻ അത്ര വശമല്ല, അത്ര ക്ലിയർ ആവത്തില്ല. അപ്പോൾ ഞാൻ കത്തി കൊണ്ട് എതിരോട്ട് പിടിച്ചിങ്ങനെ ചെതുമ്പൽ കളയുവാണ്. ഇപ്പം നന്നായിട്ട് പോരുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം വൃത്തിയായിട്ട് തന്നെ പോകുന്നു, കുഴപ്പമില്ല. അങ്ങനെ ഒരു കണക്കിന് എല്ലാ മീനും അത്യാവശ്യം വൃത്തിയാക്കി എടുത്ത് ഉപ്പിട്ട് തേച്ചൊക്കെ എടുത്ത് കേട്ടോ. ഇത്ര 5-6 കരിമീനോളം ഉണ്ട്. പിന്നെ ഒരു കൂരിയും കൂടിയാണ് കിട്ടിയിട്ടുള്ളത്. അത് 2-3 മുട്ടയൊക്കെയുള്ള കൂരിയായിരുന്നു കേട്ടോ. ഇനി നമുക്ക് കറിക്കായിട്ട് എന്തൊക്കെ വേണമെന്ന് നോക്കാം. ഒരു തക്കാളി എടുക്കുന്നുണ്ട്, 2-3 പച്ചമുളക് ഞാൻ കീറി ഇട്ടിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ടുണ്ട്, 2-3 കറിവേപ്പിലയുടെ തണ്ട് കൂടി ഇട്ടിട്ടുണ്ട്, ഒരു 5-6 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ 2 കഷ്ണം പുളി നന്നായിട്ട് കഴുകിയ ശേഷം കുറച്ച് ചൂടുവെള്ളത്തിൽ ഉപ്പുമായിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് കുതിർന്ന് കഴിയുമ്പോഴത്തേക്കും ഇത് ഡയറക്റ്റ് നമുക്ക് കറിയിലേക്ക് ഒഴിക്കാൻ പറ്റും. നമ്മൾ കറി വെക്കാനായിട്ട് മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ചട്ടി നന്നായിട്ട് ചൂടായ ശേഷമാണ് കേട്ടോ ഞാൻ എണ്ണ ഒഴിച്ച് കൊടുത്തത്. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി, പച്ചമുളക്, ഒരു തക്കാളി അരിഞ്ഞു വെച്ചതും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് നന്നായിട്ട് വാട്ടിയെടുക്കാം. കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക, തീ കുറച്ച് വെക്കുക, അത്രയും ചെയ്യുന്നുണ്ട്. ഇപ്പം ഇത് നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി കൂട്ടി വെക്കാം കേട്ടോ. പൊടി കരിയാതിരിക്കാൻ വേണ്ടി ഗ്യാസ് നമുക്ക് കുറച്ച് സിമ്മിലിട്ട് കഴിഞ്ഞാൽ കരിയത്തില്ല. ഇനി നമ്മൾ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന പുളിയും വെള്ളവും കൂടി ഈ അരപ്പിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടാം. ഇനി 1/2 സ്പൂണ് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി 1 ഗ്ലാസ് വെള്ളവും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഈ അരപ്പിലോട്ട് പെറുക്കി ഇറക്കി വെക്കുന്നുണ്ട്. മുങ്ങാൻ പാകത്തിന് വെള്ളം ഉണ്ടായിരിക്കണം ചട്ടിയിൽ. അധികം വേവൊന്നും ഇല്ലാത്ത മീനാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒത്തിരി സമയമൊന്നും ഇട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. തിളപ്പിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് പൊടിഞ്ഞു പോകും, മുള്ളു മാത്രമേ ഉണ്ടാവുള്ളൂ. കൂരിയുടെ മുട്ടയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയ കൂരി ആയിരുന്നെങ്കിൽ കുറച്ചധികം മുട്ട ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ. നമുക്ക് നന്നായിട്ട് ഈ ഗ്രേവിയിൽ മുക്കി വെച്ചിട്ട് അടച്ച് വേവിക്കാം. കുറച്ച് സമയം ആയിട്ടുണ്ട്. നമുക്കിനി മൂടി ഒന്ന് തുറന്നു നോക്കാം. അടിപൊളി, ഇപ്പം നന്നായിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ. കറി ഇത്തിരി എരിവ് കൂടുതലാണെന്ന് തോന്നുന്നത് കണ്ടിട്ട്. അപ്പം ഞാൻ കുറച്ച് തേങ്ങ കൂടെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് തേങ്ങാപ്പാൽ എടുക്കാനായിട്ട്. അപ്പോൾ ഒരു ബൗളിൽ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലും കൂടി ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ കുറേശ്ശെയായിട്ട് ഞാനിതിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുത്തി ഒഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മീൻ അത്യാവശ്യം നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. അപ്പം മീനെല്ലാം പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തവി കൊണ്ട് ഇളക്കുന്നില്ല, ചെറുതായിട്ടൊന്ന് ചട്ടി ചുറ്റിച്ച് വയ്ക്കുവാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും തുറന്നിട്ടുണ്ട്. ഇപ്പം നല്ല അടിപൊളിയായിട്ട് പറ്റിയിട്ടുണ്ട്. നല്ല സൂപ്പർ കരിമീൻ കറി റെഡിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.